അത് ശരി. നീ നേരത്തെ എണീറ്റാ? എന്നെ വിളിക്കാൻ ഞാൻ എന്ത്? ഞാൻ നോക്കിയപ്പോ അമ്മ നല്ല ഉറക്കമായിരുന്നു. പിന്നെ കുറച്ചേരം കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നീയും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും. എനിക്കും ചെറിയൊരു മടി തുടങ്ങിയിട്ടുണ്ട്. എളുപ്പകാലത്ത് എണീക്കുമ്പോഴേ ഒരു തലവേദനയാ. അമ്മ അച്ഛൻ്റെ അടുത്ത് പറയാറില്ല ഇടയ്ക്കൊക്കെ പോയി ബോഡി ചെക്കപ്പ് ചെയ്യാൻ. അതുപോലെ അമ്മയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊന്നും അല്ലെന്നേ, രാവിലെ എണീറ്റേ 2 റൗണ്ട് നടന്നൊന്നും വേർത്തിട്ടുണ്ടെങ്കിൽ എല്ലാ അസുഖവും പോവും. അതിനൊന്നും സമയം കിട്ടണില്ല. അതൊക്കെ കുറെ തവണ പ്ലാൻ ഇട്ടതല്ലേ അമ്മ. ഇതെന്തെന്ന് ഉറങ്ങി കിടക്കണ? പതിവില്ലാതെ രാവിലേക്ക് എണീറ്റല്ലേ ഇന്ന്? അമ്മ വയ്യമ്മ. എന്തു പറ്റി? ഇന്ന് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പോയതല്ലേ, അതുകൊണ്ട് എനിക്ക് വയ്യ. അപ്പൂപ്പനും അമ്മൂമ്മ പോയത് കൊണ്ട് വയ്യെന്നാ? കൊള്ളാല. കൊച്ചിന് വയ്യ ലച്ചു. ഈ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പോകുമ്പോ ഒരു അസുഖം ഉണ്ടല്ലോ, ആ അസുഖം അത് കുറച്ചേരം കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. അല്ല അതെനിക്ക് മനസ്സിലായിരുന്നു. ശരിക്കും പറഞ്ഞ അപ്പൂപ്പനും അമ്മൂമ്മ പോകുമ്പോ ഒരു വിഷമവും സങ്കടവും ഒക്കെ വരുമല്ലോ, ആ വയ്യാകയാണ് അല്ലേ പാറു? ചായ. ഇവിടെ ഇങ്ങനെ അടുക്കളയിട്ട് കയറി വന്നതേ ഉള്ളൂ. ഒന്ന് ആവട്ടെ. അച്ഛൻ രാവിലെ പോയതാണല്ലോ, കണ്ടില്ലല്ലോ. അച്ഛൻ ജംഗ്ഷനിൽ പോയി നമ്മുടെ ഭാഷകളോട് സംസാരിച്ചോണ്ടിരിപ്പുണ്ടാവും. 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇല്ല ഇങ്ങനെ സംസാരിക്കാൻ. എന്നാലും ആ കള്ള ഭാഷ്യങ്ങൾ പുഷ്പലതാണ്ടി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അമ്മൂമ്മ ചോദിച്ചപ്പോഴത്തേക്ക് എന്ത് കൂളായിട്ടാ പറയുന്നത് അറിയോ? പുഷ്പലത വന്നിട്ട് പോയ അമ്മ എന്ന്. അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. എന്തൊക്കെയായിരുന്നു? പുഷ്പലത വരുമ്പോ തേനൊഴുക്കാം പാലൊഴുക്കാം. എന്നിട്ടിപ്പൊ ചോദിച്ചപ്പോ എന്താ? നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല വന്നു പോയത്. അന്നേരം മുഖം ഇരിക്കണ കാണുമായിരുന്നു ആ റബാസ്യങ്ങളുടെ. അമ്മ സംഭവം നമ്മുടെ ഈ പുഷ്പലത ആന്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളോടൊക്കെ അടിച്ചു പൊളിച്ച് നടക്കണമെന്ന് ഭാസ്യങ്ങളുടെ ആഗ്രഹമുണ്ട്. പക്ഷെ പുഷ്പലത ആന്റിക്ക് ഒട്ടും ഇഷ്ടമല്ല. മാത്രമല്ല ഭാസ്യങ്ങൾ പറയണത് ഈ പുഷ്പലത ആന്റി കേൾക്കത്തോലുമില്ല. അത് മാത്രല്ല അവര് വരയ്ക്കണ വരയില് ഭാസ്യങ്ങളും നിൽക്കുകയും വേണം. കഷ്ടം തന്നെ. പിന്നെ ഭാസ്യങ്ങളുടെ സ്വഭാവത്തിന് ഇങ്ങനെ വരച്ച വരാൻ നിർത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഭാഷങ്ങൾ അപ്പൂപ്പൻ്റെ പൈസ മേടിച്ചു. മേടിച്ച് അതൊരു പ്രത്യേക കഴിവാണ് ഭാസ്യങ്ങളില്. എന്തായാലും ക്രിസ്മസ് അടിച്ചു പൊളിച്ച്. പാറു പോയി കിടക്ക്, കുറച്ച് കഴിയുമ്പോ അമ്മ വിളിക്കാം. അതെന്തിനു വിളിക്കുന്ന? അല്ല എണീറ്റിട്ട് പല്ലൊക്കെ തേക്കണ്ടേ? പല്ലേച്ചിട്ട് കുളിക്കണ്ടേ? കുളിച്ചു കഴിഞ്ഞിട്ട് കുന്തം. കൊച്ചെ നിനക്ക് വല്ലതും കഴിച്ചിട്ട് നിനക്ക് സ്കൂളിലൊക്കെ പോകണ്ടല്ലേ? കഴിച്ചോണ്ട് ബാഗും ബുക്കൊക്കെ എടുത്ത് സ്കൂളിൽ പോവും. അത് തന്നെ. വേണമെങ്കിൽ 1 മണിക്കൂർ കിടന്നുറങ്ങിക്കോ, ഞാൻ വന്ന് വിളിച്ചോളാം. ഞാൻ എണ്ണിക്കൂല. കുഴപ്പമില്ല, ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നോളാം. വാ വന്ന് കിടാ. ഈ നടക്കാൻ വയ്യ. അയ്യോ മക്കള് നടക്കണ്ട, ചേട്ടൻ എടുത്തോളാം. ഒരേ അപ്പോ നമ്മൾ പോകുന്നു, 1 മണിക്കൂർ കിടക്കുന്നു, നേരെ നഴ്സറി പോകുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. എല്ലാ ഉടായ്പും പഠിച്ചിട്ടുണ്ടാവും. നിന്റെയൊക്കെയല്ലേ ബാക്കി. അതെ അതെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഉറങ്ങിയ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഉറങ്ങാൻ നീ ആര്? കളിടി കളി ഉറങ്ങട്ടെ. ഉറങ്ങട്ടെ. അപ്പൊ നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? രാത്രി ഉറക്കം ശരിയായില്ല എന്നും പറഞ്ഞാൽ അധികം നേരം ഒന്നും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നഴ്സറി പോകാനുള്ളതാ. ഒന്ന് വിളിക്കുമ്പോ എണീറ്റോണം. ചേട്ടാ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന ഉറങ്ങാൻ പറ്റൂല. അവിടെ എന്നാ പിന്നെ ഞാൻ പോയേക്കാം. പക്ഷെ 1 മണിക്കൂറൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല. 10 മിനിറ്റോ 15 മിനിറ്റോ. അത് കഴിയുമ്പോൾ ഞാൻ ഒന്ന് വിളിക്കും. കേട്ടല്ലേ? ഉറങ്ങിക്കോ. പറഞ്ഞോ. എനിക്കൊന്നും കേക്കാൻ വയ്യ, ഭയങ്കര ശബ്ദം. ചേട്ടാ വണ്ടിയിലാണോ? എവിടെ പോണ്? ചേർത്തലയ്ക്ക്. അപ്പൊ ഓഫീസിൽ കയറിയില്ലേ? ശരിയാന്ന്. വീട്ടിൽ ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. വേഗം വരുവോ? നേരത്തെ വരുവോ? ശരി. പാറുവേ, പാറക്കുട്ടാ. എന്തോന്ന് ചേച്ചി? അപ്പൊ കള്ളി ഉറങ്ങിയില്ലല്ലേ? ഉറങ്ങി വരുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നണല്ലോ ഉറങ്ങി വരുമായിരുന്നു എന്ന്. കൊച്ചിന്റെ ഉറക്കമൊക്കെ പോയി കൊച്ചു ഫ്രഷ് ആയല്ലോ. ഇല്ല, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. തള്ളല്ലേ പാറുവേ. കുഞ്ഞെണീറ്റ് വന്നേ, ചേച്ചി കുളിപ്പിച്ച് റെഡി ആകാം. എന്നിട്ട് നമുക്ക് നേരെ നഴ്സറി പോവാം. ബാ. പിന്നെ ഇന്ന് ദോശ ഒന്നും കൊണ്ടുപോവണ്ട, ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കി തരാം. പിന്നെ നിന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റും ഇരിപ്പുണ്ട്. ചേച്ചി ഉറങ്ങാൻ സമ്മതിക്കൂലല്ലോ. ചേച്ചി ഉറങ്ങാൻ സമ്മതിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അമ്മ സമ്മതിക്കൂല. ഇനിയിപ്പൊ അമ്മയും വന്നിട്ട് നീ എണീച്ചില്ലെങ്കിൽ പിന്നെ ആരാ വരാൻ പോണേ? ആരാ വരാൻ പോണേ? എനിക്കാണെന്നൂടെ ആര് വരെ. അപ്പോഴായിരിക്കും അച്ഛന്റെ എൻട്രി. അറിയാല, ഇന്നലെ ചേട്ടൻ ഓഫീസിൽ പോകാൻ മടി കാണിച്ചപ്പോഴത്തേക്കും അച്ഛൻ തല്ലിയത് റൂമിലിട്ട് ഡ്രസ്സൊക്കെ വലിച്ചെറിഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അച്ഛന് ദേഷ്യം വന്നാലേ ചിലപ്പോ പാറുവിനെ അങ്ങനെ തല്ലും. അങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ പാറുവിനെ താങ്ങാൻ പറ്റൂല.
ആ ശീലം കൊണ്ട് എടുക്കുമല്ലോ അച്ഛൻ എന്നെ അടിക്കൂല. ദേഷ്യം വന്നാൽ ചെറുതൊന്നും വലുതൊന്നും ഇല്ലട്ടോ പാറു. അച്ഛൻ എല്ലാത്തിനും പിടിച്ച് അടിക്കും. പാറു നീ എണീറ്റ് വാ. എന്ത് ചിരിക്കുന്ന? ആ അത് നീ ഡ്രസ്സൊന്നും ഇല്ലാതെ അച്ഛന്റെ തല്ലും കൊണ്ട് കരഞ്ഞോണ്ട് നഴ്സറി പോകുന്ന കാര്യം ആലോചിച്ച് ചിരിച്ചതാ. ചേച്ചിക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? കൊള്ളാല. എടി നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അടുക്കള കിടന്ന് പണിയെടുക്കണേ. നിനക്കറിയോ കുഴിപ്പളത്തുണ്ടല്ലോ, ഞാൻ വെറുതെ ഇരുന്നാ മതി, ഫുഡൊക്കെ എന്റെ മുമ്പിൽ വന്നെത്തും. ഞാൻ അമ്മയുടെ റൂമിൽ പോയി കിടക്കാൻ പോവാം. ആരുടെ റൂമിൽ പോയി കിടന്നിട്ട് യാതൊരു കാര്യമില്ല. പാറു നീ എണീറ്റ് വാ. നമുക്കിന്ന് പുതിയ ഷൂസൊക്കെ ഇട്ട് നമുക്കിന്ന് സ്കൂളിൽ പോവാം. ബാ. പിന്നില്ലേ വൈകുന്നേരം തിരിച്ചു വരുമ്പോ വലിയ പൈസയുടെ ഒന്നും അല്ലെങ്കിലും 20 രൂപയുടെ ബോൾ ഐസ്ക്രീം മേടിച്ചു തരാം. ബാ എണീക്ക് 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 കളി എണീക്ക്. ചിരിക്കണ എണീക്ക്. ബാ എണീക്ക് എണീക്ക്. ശരി കേട്ടോ. നീ നഴ്സറി പോവാതിരിക്കുക. എന്താന്ന് വെച്ചാ കാണിക്ക്. അമ്മ വരുമ്പോ കിട്ടും, ഇല്ലെങ്കിൽ അച്ഛന്റെ ഇത് നീ മേടിച്ചോ. ഞാൻ എന്റെ വഴി നോക്കി പോവാ. നോക്കണ്ട, ഞാൻ പോയില്ല. മര്യാദക്ക് എണീറ്റ് വാ. അച്ഛൻ വന്നാ? പാലോടെ അച്ഛാ? പാല് 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 വാങ്ങിച്ചില്ല. പാലും മേടിച്ചില്ലേ? ആ ഇന്നത്തെ പാല് ഇവിടെ ഇരിപ്പുണ്ടല്ലേ, പിന്നെന്ത്? അല്ല അമ്മ പാലും മേടിച്ചുകൊണ്ട് വരും നോക്കിയിരിക്കുമായിരിക്കും. അത് ഞാൻ പാല് മേടിക്കാനല്ലോ പോണത്. ഞാൻ വെറുതെ നടക്കാൻ പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാല് വാങ്ങണമെന്നല്ലേ ഉള്ളൂ. അച്ഛൻ എന്ത് പറ്റി അച്ഛാ? ഒന്നുമില്ല. അച്ഛാ എന്ത് പറ്റി? ഒന്നുമില്ലെന്ന്. എന്ത്? അല്ല ബാസ്യങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ഭാഷയായിട്ട് എന്ത് പ്രശ്നം? അതൊന്നുമില്ല. എന്തൊരു ചേച്ചി? എന്തൊരു അച്ഛൻ പാല് മേടിച്ചില്ലെന്ന്. പാല് മേടിച്ചില്ലേ? എന്തൊരു ചേച്ചാ? ആ നീ പക്ഷേ നാട്ടുകാരെ മൊത്തം അറിയിക്കും. കേശുവേ അച്ഛന് വയ്യെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ വയ്യെന്നാ? അച്ഛന്റെ മുഖമൊക്കെ കണ്ടിട്ട് ഇല്ലേ ഒരു വയ്യായ്മയില്ലേ? ഒരു കടുപ്പുണ്ട്. അച്ഛാ ഞാൻ അമ്മ എടുത്തപ്പോ പറഞ്ഞോളൂ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ. അപ്പൊ അമ്മ ചെയ്യാൻ പോകുമ്പോ അച്ഛനും കൂടെ ചെയ്യട്ടോ. നിനക്ക് എന്തിനു വെച്ചു ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് പിടിക്കണില്ലേ? നിങ്ങൾക്ക് ഇതിന് മഹാരങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാലേ മനസ്സമാനാവൂളാ? വേണ്ട ചെക്കപ്പ് ചെയ്യണ്ട, പ്രശ്നം തീർന്നില്ലേ? ഞാൻ വെറുതെ പറഞ്ഞാണ്. അച്ഛോ ഞാൻ ഒരു കാര്യം ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്രിസ്മസിന് നമ്മളെല്ലാവരും നെയ്യാറ്റിങ്ങനെ പോവും. അതിന് നോ ചേഞ്ച്. അത് അമ്മ അമ്മമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ള കാര്യമാടാ. എല്ലാവരും വാക്ക് കൊടുത്തേക്കില്ലേ? നിങ്ങളെല്ലാവരും അങ്ങ് പോയി. അപ്പൊ അച്ഛൻ വന്നില്ലേ? എടാ നാളെ എന്താണെന്ന് അറിഞ്ഞൂടാ, പിന്നെയാണ് ഇനി അടുത്ത വർഷത്തെ കാര്യം. അച്ഛാ നാളെ എന്താണെന്ന് അറിയില്ലെങ്കിൽ നാളെയെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുന്നതാണ് ജീവിതം എന്ന് അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ? കേശു ആ അടുത്ത് കിടന്ന് ഉറങ്ങേണ്ട കുരിപ്പിനെ നീ ഇന്ന് ഡീൽ ചെയ്യണം കേട്ടോ. അയ്യോ അത് റിസ്ക്. അകത്തിടക്കണ കുരിപ്പാ? ആ അച്ഛന്റെ കുഞ്ഞു വാവാ പാറു. പാറിനെ കുരിപ്പെന്ന് പറയണോ? എന്തോ വെച്ചു സംസാരിക്കണേ? നമ്മള് നമ്മുടെ വീട്ടിലെ പിള്ളേരെ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? ആ ആണെങ്കിൽ കൊച്ചിനെ ചീത്തയും വിളിക്കും വെച്ചു. അതാണ് പഠിച്ചു വെച്ചിരിക്കണത്. അച്ഛാ കുഞ്ഞു വാവ പാറുവിനെ എണീപ്പിച്ച് പല്ലിയേപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അങ്കനവാടിയിലാക്കി കേട്ടോ. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ? ആ ചെയ്യണം. എടാ 2 ദിവസമായിട്ട് അവിടെ ക്ലാസ്സിൽ പോയില്ലല്ലോ. ഇന്നിപ്പോ പോവാൻ മടിയായിരിക്കും. എന്നെ കൊണ്ടൊന്നും പോയേ തല്ലുകൊള്ളാൻ. അതുകൊണ്ട് നീ തന്നെ ഡീൽ ചെയ്തേരെ. അച്ഛോ എന്ത് പറ്റി ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ? അച്ഛനും അമ്മയ്ക്ക് നല്ല വയസ്സായി, രണ്ടുപേർക്കും ഒട്ടും വയ്യ. അവരെ പറ്റി ആലോചിക്കുമ്പോഴേ എന്തോ ഒരു വിഷമം. അച്ഛൻ ടെൻഷൻ അടിക്കാരി.